ഹായ് ഗൈസ്, ഞാൻ ഇനോഷ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 3 വർഷം മുമ്പേ ബാബ്സിനി പുള്ളിയുടെ മോൺസ്റ്റർ ട്രക്ക് നമ്മൾ ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആയിട്ട് പണിത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വണ്ടി നമ്മുടെ കയ്യിൽ ഇപ്പൊ റീബിൽഡിന് വന്നിട്ടുണ്ട്. റീബിൽഡിന് വരാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ ചില സാധനങ്ങളൊക്കെ അതിനകത്ത് എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ടുള്ള റൂഫ് കാരേജ്, ഹൈ ലിഫ്റ്റ് ജാക്ക്, സ്റ്റെപ്പിനി അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ പശ കൊണ്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് ഒട്ടിച്ചാണ് വെച്ചേക്കണത്. അങ്ങനത്തെ ഐറ്റങ്ങളായതുകൊണ്ട് നമ്മളെപ്പോഴും വണ്ടി എടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യാനാണെങ്കിൽ അത് ചെറിയ ചെറിയ ഡാമേജ് ഒക്കെ വരും. ഇത്ര നാൾ കഴിഞ്ഞപ്പോഴേക്കും അതിന് അത്യാവശ്യം മേജർ ആയിട്ടുള്ള കുറച്ച് കംപ്ലൈന്റ് വന്നുകൊണ്ട് നമ്മളത് റീബിൽഡിനായിട്ട് ബാപ്സ് നമുക്ക് തിരിച്ച് തന്നിട്ടുണ്ട് വണ്ടി. അപ്പൊ നമ്മൾ ആ വണ്ടി ഫുള്ളി ആദ്യം തൊട്ട് റീപെയിന്റ് ചെയ്ത് പോയ സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ തിരിച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഇന്നത്തെ ഉള്ളത്. അപ്പൊ വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ വണ്ടി ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയ വണ്ടിയാണ് നമ്മുടെ ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു മേക്കിംഗ് വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഇതെന്തൊക്കെ ചെയ്തെന്നുള്ള ഒരു ഡീറ്റെയിൽസ് കാണിക്കാനായിട്ട് മാത്രമാണ് നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി. മോൺസ്റ്റർ ട്രക്കിന്റെ ചെകുത്താൻ. അപ്പൊ ഫ്രണ്ടിൽ തന്നെ നോക്കാനാണെങ്കിൽ മെയിൻ ആയിട്ട് ക്രാഷ് കാർഡ്, ബാബ്സിന്റെ ഓൺ ബിൽഡ് ആയിട്ടുള്ള ക്രാഷ് കാർഡാണ്. 2 PA ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി 12 ഇഞ്ചോളം ലിഫ്റ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ ലിഫ്റ്റിങ്ങിന്റെ കിറ്റ്സ് ആണ് ഇരിക്കുന്നത്. ബാബ്സ് എങ്ങനെ ചെയ്തേക്കണം അതുപോലെ തന്നെയാണ് നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്ത് ബാബ്സിന് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം 4X എന്ന് പറയുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അതുമേൽ ഇങ്ങനെ ജസ്റ്റ് ഫിറ്റ് ചെയ്ത് വെച്ചേക്കണേണ്. ഇതിന്റെ ഈ ആക്സിൽ എന്ന് പറയുന്നത് ഇത് ഫുള്ളായിട്ട് വർക്ക് ചെയ്യത്തില്ല. ആക്സിലിൽ ഷോക്ക് ഉണ്ട്. ഈ ലിഫ്റ്റിംഗ് കിറ്റ് വർക്ക് ചെയ്യത്തില്ല. ലിഫ്റ്റിംഗ് കിറ്റ് നമ്മൾ ഒരു സോൾഡ് ആയിട്ടുള്ള ഒരു ഡെഡ് ആക്സിൽ പോലെ ഒരു ആക്സിൽ വുഡ് കൊണ്ട് ചെയ്തിട്ട് അതുമേൽ നമ്മൾ ഈ ലിഫ്റ്റിംഗ് കിറ്റൊക്കെ എല്ലാം ഉണ്ടാക്കി ജസ്റ്റ് പശ കൊണ്ട് ഒട്ടിച്ച് വെച്ചേക്കാണ് ചെയ്തേക്കണത്. ഇത് 4X ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഐറ്റം ആയതുകൊണ്ട് ഷോക്ക് വർക്ക് ചെയ്യാൻ നേരം പെട്ടെന്ന് ഡാമേജ് തന്നെ പ്രശ്നമൊന്നും വരത്തില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ജസ്റ്റ് നോക്കാനൊക്കെ കൈ കൊണ്ടിൽ ഇതുമേലൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാനാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. ജസ്റ്റ് എന്താ ഈ ഇങ്ങനത്തെ ഒരു മെക്കാനിക്സ് സെറ്റപ്പിലാണ് ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ 4 വീലും ബെയറിംഗ് ആണ്. ബെയറിംഗ് വെച്ചേക്കണത് വീലും 4X ആയിട്ട് തന്നെ ചെയ്തേക്കണത്. ഉള്ളിൽ പൊള്ളയാണ്, മീതെ മാത്രം 4X വെച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഗ്രിപ്പ് വന്നത് ഒരു RC കാറിന്റെ ഗ്രിപ്പാണ്. ഈ ഗ്രിപ്പ് മാത്രമേ നമ്മൾ ഇങ്ങനെ പുറത്തുനിന്ന് എടുത്ത് വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരു 4mm 4Xലാണ് ബോഡി ഫുള്ള് ചെയ്തേക്കണത്. ഹൈ ലിഫ്റ്റ് ജാക്ക്, കസ്റ്റമായിട്ട് പണി തീർത്ത ഒരു റാക്ക് കാരിയർ, അതുമേൽ സ്റ്റെപ്പിനി, റൂഫ് കാരിയർ, 2 ലൈറ്റും ഒരു ബാർ ലൈറ്റും, ബോണറ്റ് ലോക്സ്, ക്രാഷ് കാർഡ്, 2 PA ലൈറ്റ്സ്, മിറർ ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള ബാബ്സിന്റെ ആ ഒരു ഗ്രാഫിക്സോടുകൂടിയ ബാബ്സ് എന്ന് എഴുതിയേക്കണ ആ ഡിസൈൻ. പിന്നെ ബാബ്സ് ഓട്ടോമോട്ടീവിന്റെ ലോഗോ, KL17 R80. പിന്നെ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മൾ ചെയ്തേക്കുള്ളത്. ചേസായിട്ട് ജനാലയുടെ ഒക്കെ റീപ്പ പീസില്ല, അതാണ് നമ്മൾ ചേസായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. അത് തടിയാണ്, അത് മാത്രമേ തടിയായിട്ടുള്ളൂ. ബാക്കിയെല്ലാം വണ്ടി 4X വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ആക്സിലിന്റെ ഇത് വന്നതും ആ സെയിം റീപ്പ പീസ് തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇത് പറഞ്ഞത് ഈ റിയർ ആക്സിലിന്റെ ഈ ഇത് പറഞ്ഞത് പെൻസിൽ ആണ് നമ്മളിങ്ങനെ വെച്ചേക്കുന്നത്. എന്നിട്ട് അതിനെ 4Xും എന്തായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ ഈ ബാക്കിലത്തെ ലീഫ് പറഞ്ഞത് ഇത് വർക്കിംഗ് മോഡലാണ്. ലീഫ് പറഞ്ഞത് PVC പൈപ്പ് അത് കട്ട് ചെയ്തിട്ട് 2 ലെയറായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഹെഡ്ലൈറ്റിന് ഒരു ബാറ്ററി, പിന്നെ ഇൻഡിക്കേറ്ററിന് ഒരു ബാറ്ററി, 9 വോൾട്ടിന്റെ 2 ബാറ്ററി അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഈ വണ്ടിയിൽ നമ്മൾ റീപെയിന്റ് ചെയ്യാനായിട്ട് ഇതിന് ഉണ്ടായിരുന്ന പെയിന്റ് നമ്മൾ ഫുള്ള് 400-ന്റെ 350-ന്റെ ഒക്കെ വാട്ടർ പേപ്പർ ഇട്ട് പിടിച്ച് ഇത് ഫുള്ള് കളഞ്ഞിട്ട് പ്രൈമർ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുമേൽ കറക്ഷൻ ഉള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ബ്ലാക്ക് പെയിന്റ് ഇതുമേ അടിക്കുകയാണ് ചെയ്തത്. പിന്നെ വൈപ്പേഴ്സ് ഉണ്ടാക്കിയേക്കണ ഇത് വയറാണ് എന്ന് വെച്ചാൽ നമ്മൾ സ്പീക്കർ വയർ 2 ഇങ്ങനെ ജോയിന്റ് ആയിട്ട് വന്ന ടൈപ്പ് സ്പീക്കർ വയർ ആണ് വെച്ചേക്കണത്. ഇത് 4X ആണ്. ഇതിന്റെ കാലായിട്ട് കൊടുത്തേക്കണം, വൈപ്പറിന്റെ കാലായിട്ട് കൊടുക്കണം. വൈപ്പറിന്റെ ബ്ലേഡ് വന്നത് സ്പീക്കർ വയർ ആണ് ഇട്ടാണ് വെച്ചേക്കണത്. ഫ്രണ്ട് വിൻഷീൽഡും സൈഡ് ഗ്ലാസ് ഒക്കെ പറഞ്ഞത് ഈ ലൈസൻസ് RC ബുക്കൊക്കെ ലാമിനേഷൻ ചെയ്യണ ശരിക്കും തിക്നെസ് പറഞ്ഞുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഷീറ്റില്ലേ, അതാണ് നമ്മൾ അതിന്റെ ഉള്ളിൽ ബ്ലാക്ക് സ്പ്രേ പെയിന്റ് അടിച്ചിട്ട് അത് നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ട് ഒട്ടിക്കാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ ഫുൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഇടുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഇത് നമ്മൾ നിങ്ങളെ കാണിക്കാനായിട്ട് മാത്രം ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ എടുത്തന്നുള്ളൂ. പിന്നെ ഈ സൈഡിൽ
ഇത് മാറ്റ് ബ്ലാക്ക് പെയിന്റ് അടിച്ചേക്കണം. ഇതിന്റെ ഉള്ളിൽ 4X തന്നെയാണ്. ഇത് 2mm ശരിക്കും നേരത്തെ ആയിട്ടുള്ള കമ്പിയാണ്, അലൂമിനിയം കമ്പിയാണ്. ആ കമ്പിയാണ് ഇങ്ങനെ ഈ റൂഫ് കാരിയറിനും നമ്മൾ ആ കമ്പി എടുത്തിട്ട് 4X വട്ടം 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 കട്ട് ചെയ്ത് വെച്ച് ചെയ്തിട്ടുള്ളത്. ഈ ലൈറ്റിനും ഫ്രെയിമായിട്ട് ആ കമ്പി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതും 4X ആണ്. എന്നിട്ട് അതിന്റെ പുറത്ത് ക്രോം സ്റ്റിക്കർ, അതൊന്ന് ജസ്റ്റ് ആ ക്രോം ഒന്ന് ഫെയ്ഡ് ചെയ്ത്, എന്ന് വെച്ചാൽ ഒരു 1000 സാൻഡ് പേപ്പർ ഇട്ട് ജസ്റ്റ് ഒന്ന് അതിന്റെ മീതെ വെച്ചപ്പോഴേക്കും ആ ക്രോമും കുറച്ചൊന്ന് ഫെയ്ഡായി. എന്നിട്ട് അത് ഒട്ടിച്ചേക്കണേണ്. ഈ ഹെഡ്ലൈറ്റ് ഈ കവറായിട്ട് ഒട്ടിച്ചേക്കണത് ആ ലാമിനേഷൻ ഗ്ലാസ് തന്നെയാണ്. അത് പ്ലാസ്റ്റിക് ഷീറ്റാണ്, എങ്ങനെ വേണമെങ്കിലും മടങ്ങും. അതുകൊണ്ട് ഈ ഫ്ലെക്സി കുക്ക് എന്ന് പറഞ്ഞാൽ ഗം ഇടാൻ നേരം അതിനെ സ്മോക്ക് വരാൻ നോക്കിയാൽ മതി. സ്മോക്ക് വന്നിട്ടുണ്ടെങ്കിൽ പാടാണ് അത് കളയാൻ, വേറെ സീനൊന്നും ഇല്ല. ഫ്രണ്ടിലത്തെ മെയിൻ ഷോക്ക് എന്ന് പറയണത് ഈ ആക്സിലും ചേസുമായിട്ട് ബന്ധിപ്പിച്ചേക്കണ മെയിൻ ഷോക്ക് എന്ന് പറയണത് ആ PVC പൈപ്പ് കട്ട് ചെയ്ത് തന്നെയാണ്. അതുമേലാണ് അത് 2 ഈ ലീഫ് പോലെ വെച്ചിട്ട് അതുമേലുണ്ട് നിൽക്കണത്. പിന്നെ അതാണ് മെയിൻ സപ്പോർട്ട് എന്ന് പറയണത്. ഈ ലീഫും ചേസുമായിട്ടുള്ള PVC പൈപ്പിന്റെ ലീഫായിട്ട് ഉണ്ടാക്കിയേക്കണതിന് മെയിൻ സപ്പോർട്ട് എന്ന് പറയണത്. അതിന്റെ മീതെ നമ്മൾ ആക്സിലേലി ലിഫ്റ്റിംഗ് കിറ്റൊക്കെ അപ്ഗ്രേഡ് ചെയ്യണ കിറ്റൊക്കെ നമ്മൾ ജസ്റ്റ് ഒട്ടിച്ച് വെച്ചേ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് പെട്ടെന്ന് കണ്ട ഷോക്ക് ആ ഒറിജിനൽ വണ്ടിയുടെ മെക്കാനിസം പോലെ തോന്നും. അതിനുവേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒറിജിനലായിട്ട് ഈ ടൈപ്പ് ഉണ്ടാക്കിയെടുക്കാം. എന്ന് വെച്ചാൽ ഈ ലിഫ്റ്റിംഗ് കിറ്റായിട്ടുള്ള ഈ ലോറം അപ്പുറം ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ആ മെക്കാനിസത്തെ വർക്ക് ചെയ്യുന്ന പോലെ വെക്കാം. പക്ഷെ അതിന് ലൈഫ് കുറവായിരിക്കും. പിന്നെ അത് കുറച്ച് കോംപ്ലിക്കേറ്റ് ആണ്. ചിലപ്പോൾ ഇത്രയും ഫിനിഷിങ് നമുക്ക് കിട്ടത്തില്ല. ഒറിജിനൽ ഉള്ള പോലെ ചെറിയ ഞെട്ടും ബോൾട്ടും അങ്ങനത്തെ ഉള്ള ഫിനിഷിങ്ങിലൊക്കെ നമ്മൾ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്താലേ നമുക്ക് അതുപോലത്തെ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ബാക്കിലത്തെ ബാബ്സ് എന്നുള്ളത് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചേക്കണത്. നമ്മൾ ഇതിനു മുമ്പ് വണ്ടിയെ നമ്മൾ കൈകൊണ്ട് വരയ്ക്കാണ് ചെയ്തിട്ടുള്ളത്. പെയിന്റിങ് നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് കുറച്ചൊരു ഡീറ്റെയിലിംഗ് കൂടുതൽ ഇടാനായിട്ട് നമ്മൾ സ്റ്റിക്കർ എന്ന് വെച്ചാൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ലേസർ പ്രിന്റ് ചെയ്തിട്ട് അത് ഒട്ടിക്കുക ചെയ്തിട്ടുള്ളത്. Never slip through my fingers.